Hi all, welcome to Bright Navigator. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നാം കാണാൻ പോകുന്നത് വേറൊന്നുമല്ല, നമ്മുടെ കേന്ദ്ര സർക്കാർ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു 5 സ്കീമുകളെ കുറിച്ചിട്ടാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ നാഷണൽ പെൻഷൻ സ്കീം എന്ന് പറയുന്നൊരു പദ്ധതിയെക്കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. പക്ഷേ നമുക്ക് കിട്ടിയ ഒരു പേഴ്സണൽ ഫീഡ്ബാക്ക് പ്രകാരം ഒരു വ്യക്തി ചോദിക്കുകയുണ്ടായി, ഗവൺമെൻറ് സ്കീമുകളെ കുറിച്ച് ഒന്ന് പറയാമോ എന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ നാം അവതരിപ്പിക്കുന്നത്. വെൽക്കം ടു ബ്രൈറ്റ് നാവിഗേറ്റർ, പ്രസന്റഡ് ബൈ സ്മാർട്ട് വെബ് ഇൻ കൊച്ചി. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പ്രധാനപ്പെട്ട 5 ഗവൺമെൻറ് സ്കീമുകളെ കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത് എന്ന്. 15 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായപരിധിയിലുള്ളവർക്ക് ഇത്തരം ഗവൺമെൻറ് സ്കീംസിൽ ഭാഗമാകുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്പർ 1, പ്രധാനമന്ത്രി ജൻധൻ യോജന. ഒരു പക്ഷേ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടാകും. ചിലപ്പോൾ നിങ്ങളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും ആകാം. എന്താണ് ഈ ഒരു പദ്ധതിയുടെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു ബാങ്കിൽ അക്കൗണ്ട് എടുത്തിട്ടുള്ളവരാകാം. സ്വാഭാവികമായും ഓരോ ബാങ്കുകളും പറയും, നിങ്ങൾ മിനിമം ഒരു 1000 രൂപ നിങ്ങൾ കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു 10,000 രൂപ മെയിൻറ്റെയിൻ ചെയ്യണം എന്നത്. പക്ഷേ പലപ്പോഴും ഈ ഒരു കാര്യത്തിൽ നമുക്കത് എത്രത്തോളം ആ ഒരു മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നത് സംശയം തന്നെയാണ്. ഈ പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന ഈ ഒരു സ്കീം അത് ഗവൺമെൻറ് കൊണ്ടുവന്നതാണ്. നമുക്കറിയാം, നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ സമയത്ത് തുടങ്ങിയ ഒരു ഇത് തന്നെയാണ്. ഒരുപാട് പേര് ഇന്നതിൻ്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുണ്ട്. എന്തു തന്നെ ആയിരുന്നാലും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വ്യക്തികളിൽ സമ്പാദ്യശീലം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു സ്കീം ഗവൺമെൻറ് ആവിഷ്കരിച്ചത്. മറ്റുള്ള ബാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യാതൊരുവിധ മിനിമം ബാലൻസും ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട എന്നതാണ് എടുത്തു പറയത്തക്ക പ്രത്യേകത. അത് മാത്രമല്ല, നമുക്ക് അറിയാം, നമ്മൾ ഏതെങ്കിലുമൊക്കെ ബാങ്കിൽ നമ്മൾ അക്കൗണ്ട് എടുത്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് തന്നെ സർവീസ് ചാർജുകൾ ഈടാക്കും. ഒരു പക്ഷേ ചിലപ്പോൾ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ചിലപ്പം അധികമായിട്ടുള്ള തുകകളൊക്കെ അവർ ഈടാക്കുന്നുണ്ടാവും, ഫൈനായിട്ട് പോകുന്നുണ്ടാവാം. സോ ഇവിടെയാണ് ഈ ഒരു പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന് പറയുന്ന ഈ ഒരു സ്കീമിൻ്റെ പ്രത്യേകത. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരിൽ സമ്പാദ്യശീലം വളർത്തിയെടുക്കുക എന്നതാണ് ഈ ഒരു സ്കീമിൻ്റെ പ്രത്യേകത എന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കിട്ടുന്ന പൈസ അതനുസരിച്ച് നമ്മൾ അക്കൗണ്ടിലേക്ക് സേവ് ചെയ്ത് വെച്ചാൽ മതി. ഇതൊരു സേവിങ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ ബാങ്കുകളിലൊക്കെ നമ്മൾ മിനിമം ഇത്ര രൂപയെങ്കിലും നമ്മൾ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് നമുക്ക് പണി വാങ്ങിക്കും. പക്ഷേ ഈ ഒരു പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന് പറയുന്ന ഈ ഒരു ബാങ്കിങ് സ്കീമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമുക്ക് നമ്മുടെ കയ്യിൽ എപ്പോഴാണോ പൈസ വന്നത് അപ്പം നമുക്ക് അത് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാൻ സാധിക്കും. ഇനി ഇത് മാത്രമല്ല കേട്ടോ, മറ്റ് ചില ആകർഷകമായ പ്രത്യേകതകളും കൂടെ ഉണ്ട്. സ്വാഭാവികമായും നമുക്ക് ഭാവിയിലേക്ക് എന്താണ് നേട്ടം എന്നത് ഞാൻ ഉൾപ്പെടെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണല്ലോ. ഒരു 6 മാസം നമ്മൾ അക്കൗണ്ട് എടുത്ത് ഒരു 6 മാസത്തിന് ശേഷമുള്ള നേട്ടങ്ങളാണ് ഇനി പറയുന്നത്. 1, നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി നമുക്ക് കൈവരിക്കാനായിട്ട് സാധിക്കും. 2, നമുക്ക് 2 ടൈപ്പ് ഓഫ് കവറേജ് വരുന്നുണ്ട്. ഒന്ന് ആക്സിഡൻ്റൽ കവറേജ് വരുന്നുണ്ട്, മറ്റൊന്ന് ലൈഫ് കവറേജ് വരുന്നുണ്ട്. അപ്പം ആക്സിഡൻ്റൽ കവറേജ് എത്രയാണെന്നും ലൈഫ് കവറേജ് എത്രയാണെന്നും നമുക്കറിയണ്ടേ. അപ്പോൾ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഭാവിയിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് നേട്ടങ്ങൾ എന്നത് നമുക്ക് നോക്കാം. പലപ്പോഴും ഞാൻ ഉൾപ്പെടെ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്, ഞാൻ അക്കൗണ്ട് എടുക്കാം, പക്ഷേ എനിക്ക് ഭാവിയിൽ എന്താണ് കിട്ടുക എന്നുള്ളതല്ലേ. നമ്മൾ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു ഒരു 6 മാസത്തിന് ശേഷം നമുക്ക് ആദ്യത്തെ ഒരു സൗകര്യം എന്ന് പറയുന്നത് ഓവർ ഡ്രാഫ്റ്റിനുള്ള ഫെസിലിറ്റിയാണ്. 2, നമുക്ക് 2 ലക്ഷത്തോളം രൂപയുടെ ആക്സിഡൻ്റൽ കവറേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. 3, നമുക്ക് ഏകദേശം 30,000 രൂപയുടെ ലൈഫ് കവറേജും ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്താണല്ലേ നമുക്ക് ഗവൺമെൻറ് തരുന്ന ഒരു ഫ്രീ ആയിട്ടുള്ളൊരു സ്കീം. തീർന്നില്ല കേട്ടോ. ഇനി നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ വേണം, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും, ഇനി അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. സ്വാഭാവികമായും നമ്മൾ ബാങ്കിൽ പോകും,
അതുപോലെ തന്നെ ബാങ്കിൽ നിന്നൊരു ഫോം നമ്മൾ വാങ്ങിക്കും. നമ്മുടെ ഡോക്യുമെൻറ്റുകൾ ഫോട്ടോ കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ ആധാർ കാർഡ്, പാൻ കാർഡ് അല്ലെങ്കിൽ അനുബന്ധ രേഖകളൊക്കെ കൊടുക്കാറുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ബാങ്കിൽ പോയിട്ട് നമ്മൾ ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കാനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ചോദിക്കുക നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് വേണം, ATM കാർഡ് വേണോ, നെറ്റ് ബാങ്കിങ് വേണോ, മൊബൈൽ ബാങ്കിങ് വേണോ, SMS അലേർട്ട് വേണോ, ഇതൊക്കെ നമ്മൾ അതിന് ടിക്ക് ചെയ്ത് കൊടുക്കാറുണ്ടല്ലേ. പക്ഷേ ഇന്ന് കാലം കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയി, എല്ലാം ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറിയത് കൊണ്ട് തന്നെ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൂടെയും ഇത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് ഈ പറഞ്ഞ മൊബൈൽ ബാങ്കിങ് നമ്മൾ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വയമായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ എന്ത് രേഖയാണോ വെക്കണത് ആ രേഖ തന്നെ മതിയാകും പിന്നീടുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കാം. പലപ്പോഴും ഞാൻ തന്നെ മുമ്പ് SBIയിലേക്ക് അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് കുറെ കഴിയുമ്പോൾ ബാങ്കിൽ നിന്ന് തന്നെ പേപ്പർ വരും, നിങ്ങളുടെ KYC ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ അക്കൗണ്ട് നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെ പറയും. ഇവിടെ അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് മൊബൈൽ ബാങ്കിങ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിഷ്പ്രയാസം ഇത് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല ഒരു അക്കൗണ്ട് ഉടമയ്ക്ക് ഭാവിയിൽ ആവശ്യമുള്ള ഒന്ന് തന്നെയാണ് ലോൺ എന്ന് പറയുന്നത്. ഈ ഒരു പദ്ധതി പ്രകാരം 5 ലക്ഷം രൂപയോളം നമുക്ക് ലോൺ കിട്ടുവാനുള്ള സാധ്യതയും വളരെ ഏറെയാണ്. തീർന്നില്ല കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് നമ്മുടെ ഗ്യാസ്, റേഷൻ അല്ലേ. ഇങ്ങനെ വിവിധ തരം സബ്സിഡികൾ ഇന്ന് ഗവൺമെൻറ് നമുക്ക് നൽകുന്നുണ്ട്. ഇത്തരം സബ്സിഡികളെല്ലാം തന്നെ ഈ ഒരു അക്കൗണ്ടിലേക്ക് നമുക്ക് കിട്ടുന്നതാണ്. ഇന്നത്തെ ഈ ഒരു കണക്ക് പ്രകാരം ഏകദേശം 40 കോടിയിലധികം ജനങ്ങൾ പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന് പറഞ്ഞ ഈ ഒരു ബാങ്കിങ് സ്കീമിലേക്ക് ഭാഗമാവുകയും അതിൻ്റെ അതിൻ്റെ നേട്ടങ്ങൾ അവർ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത പറയുന്നത് മുദ്ര എന്ന് പറയുന്ന ഒരു സ്കീമിനെ പറ്റിയാണ്. പലപ്പോഴും നാം സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ കാണുന്ന ഒരു പേരാണ് മുദ്ര അല്ലെങ്കിൽ മുദ്ര യോജന എന്നത്. നിങ്ങൾക്കറിയോ മുദ്ര എന്നതിൻ്റെ പൂർണ്ണരൂപം? മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് മുദ്ര എന്ന് പറയുന്നത്. ഈ മുദ്ര എന്ന് പറയുന്ന ഈ ഒരു സ്കീമിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ചെറുകിട വ്യവസായങ്ങൾ, അതുപോലെ കച്ചവടക്കാർ, അതുപോലെ ബിസിനസ് സംരംഭകർ, അല്ലെങ്കിൽ നിലവിലെ ഏതെങ്കിലും ഒരു ബിസിനസ് വിപുലീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ഇവരെയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു ലോൺ സ്കീമാണ് മുദ്ര എന്ന് പറയുന്നത്. ചെറുകിട കച്ചവടക്കാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പച്ചക്കറി വിൽക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് വിൽക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇതര കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞു വിഭാഗങ്ങളുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു പദ്ധതിയിൽ ഭാഗമാകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മുദ്ര എന്ന് പറയുന്ന ഈ ഒരു സ്കീം പ്രകാരം നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ പ്രായപരിധി എന്തൊക്കെയാണ്, അതിന് വേണ്ട അനുബന്ധ രേഖകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ അറിയാനായിട്ട് ഒരു ആപ്പ് ലഭ്യമാണ്. ഫിനാൻഷ്യൽ ഫ്രീഡം എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും ഇത് ലഭ്യമാണ്. നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് മുദ്രയെ കുറിച്ചിട്ടുള്ള വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമ്മുടെ പ്രാദേശിക ഭാഷയിലും ഈ ഒരു വിവരം ലഭ്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറുകിട കച്ചവടക്കാർക്ക് മാത്രമല്ല കേട്ടോ, ആർട്ടിസ്റ്റുകൾക്കും ഇതിൽ ഭാഗമാകാവുന്നതാണ്. അപ്പം എന്തായാലും ഈ ഒരു മുദ്ര എന്ന് പറയുന്ന ഈ ഒരു സ്കീം 3 വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് കിഷോർ യോജന, ഏകദേശം നമുക്ക് 5 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കിട്ടുന്ന ഒരു പദ്ധതിയാണിത്. 2 നമുക്ക് വരുന്നത് ശിശു യോജന, 50,000 രൂപ വരെ നമുക്ക് ലോൺ ലഭ്യമാകുന്ന ഒരു പദ്ധതിയാണ്. ആൻഡ് തേർഡ് വൺ നമ്മുടെ തരുൺ യോജന എന്ന് പറയും. അത് 10 ലക്ഷം രൂപ വരെ ലോൺ കിട്ടുന്നതാണ്. കൂടുതലും 10 ലക്ഷം രൂപ വരെ ലോൺ വരുന്ന ഈ ഒരു പദ്ധതി എന്ന് പറയുമ്പോൾ കൂടുതലും ഈ ബിസിനസ് എക്സ്പാൻഷനൊക്കെ വേണ്ടി ആഗ്രഹിക്കുന്ന ചെറുകിട ബിസിനസ് സംരംഭകരെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്കീമാണത്. പിന്നെ ശിശു യോജന എന്ന് പറയുമ്പം നമുക്കറിയാം പച്ചക്കറി വിൽക്കുന്നവർ, അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ വിൽക്കുന്നവർ, അങ്ങനെ കുഞ്ഞു കച്ചവടങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവരുടെ ഒരു ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലോൺ സ്കീമാണ് ശിശു യോജന എന്ന് പറയുന്നത്. ആൻഡ് ഒബ്വിയസ്ലി കിഷോർ യോജനയാണ് ഇന്ന് നല്ലൊരു ശതമാനം ആളുകളും ഓപ്റ്റ് ചെയ്യുന്ന ഒരു സ്കീം എന്ന് പറയുന്നത് മുദ്രയിൽ. അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുകയാണ്. നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്തിട്ട് മുദ്ര എന്ന് പറയുന്ന ഈ ഒരു
സ്കീമിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് അവിടെ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിലും ഇത് ലഭ്യമാണ് എന്നത് എടുത്തു പറയുകയാണ്. അതിൽ നമുക്ക് പ്രായപരിധി, അനുബന്ധ രേഖകൾ, നമുക്ക് ഇതിന് യോഗ്യത എന്താണ് തുടങ്ങി നമുക്ക് ഈ മുദ്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും നമുക്കിതിൽ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ഏതൊക്കെ ധനകാര്യ സ്ഥാപനങ്ങൾ ഈ ഒരു സ്കീമിൽ ഭാഗമാണ് എന്നതും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി അടുത്ത സ്കീം എന്ന് പറയുന്നത് സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീമാണ്. അപ്പോൾ ഈ ഒരു സ്കീമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും വനിതാ സംരംഭകരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ്. അതോടൊപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന പുരുഷന്മാർക്കും ഈ ഒരു പദ്ധതിയിൽ ഭാഗമാകാവുന്നതാണ്. പ്രധാനമായും ബിസിനസ്സിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഒരു പദ്ധതി പ്രകാരം ലോൺ ഗവൺമെൻറ് കൊടുക്കുന്നത്. പ്രത്യേകിച്ചും കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഒരു പദ്ധതി പ്രകാരം ലോൺ കൊടുക്കുന്നില്ല. അതോടൊപ്പം എന്നാൽ മറ്റ് എല്ലാ മേഖലകളിലും ലോൺ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളൊരു സംരംഭകനാകുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ഒരു സ്വയം തൊഴിൽ അല്ലെങ്കിൽ ഒരു സ്വന്തമായ ഒരു ബിസിനസ് ആരംഭിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ ഒരു വനിതയാണോ അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന പുരുഷനാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ ഭാഗമാകുവാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് 15 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ആണ്. 10 ലക്ഷം രൂപ വരെ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും ലോൺ കിട്ടും എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ എടുത്തു പറയത്തക്ക പ്രത്യേകത. നാലാമത്തത് ആയുഷ്മാൻ ഭാരത് യോജന എന്ന് പറയുന്ന സ്കീമാണ്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ മെഡിക്കൽ കവറേജ് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഇത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ഒന്ന് ചിന്തിക്കും, നമ്മൾ പ്രത്യേകിച്ചും ഈ പ്രൈവറ്റ് ഇൻഷുറൻസിന് വേണ്ടി നെട്ടോട്ട് ഓടുന്ന ഒരു സമയമാണ്. ഒരുപാട് പേര്, പക്ഷെ നമുക്ക് എല്ലാവർക്കും അത് സാധ്യമല്ല. കാരണം എന്താണ്? ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു സ്കീം നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്താം. നമുക്ക് ഇന്ത്യയിലെ ഒരു നല്ലൊരു ശതമാനം സംസ്ഥാനങ്ങളിലും ഈ ഒരു പദ്ധതി ലഭ്യമാണ്. എന്നാൽ ഡൽഹി, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ ഒരു സേവനം ലഭ്യമല്ല എന്നത് മാത്രമാണ് ഈ ഒരു പദ്ധതിയുടെ ഒരു അപാകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ നിങ്ങളുടെ ഒരു അറിവിലേക്ക് വെക്കുകയാണ്. ഈ ആയുഷ്മാൻ ഭാരത് യോജന എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി പ്രകാരം അത് ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ്, അതിൻ്റെ വിശദമായ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ ആപ്പായ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ആപ്പ് വഴി നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. എന്തായാലും നമുക്ക് അവസാനത്തെ സ്കീം എന്താണെന്ന് നോക്കാം. സ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. അതായത് വേറൊന്നുമല്ല, ഇന്ന് നമുക്കറിയാം ഇന്ത്യയിൽ, നമ്മുടെ ഈ ഒരു ഭാരതത്തിൽ ധാരാളം പേര് തൊഴിൽ രഹിതരായിട്ട് ഇരിപ്പുണ്ട്. സോ തൊഴിലില്ലായ്മ നമ്മുടെ രാജ്യത്ത് നിർമ്മാർജ്ജനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് തുടങ്ങി വെച്ച ഒരു പദ്ധതിയാണിത്. അപ്പം ഇങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യും? അവർക്ക് ഒരു തൊഴിലധിഷ്ഠിത കോഴ്സുകൾ, അതായത് അവരുടെ സ്കിൽസിനനുസരിച്ചിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സ് അവർ ഗവൺമെൻറ് കൊടുക്കുകയും ഏകദേശം 3 മുതൽ 6 മാസം വരെ ദൈർഘ്യമുള്ള ഹ്രസ്വ കോഴ്സുകൾ അവർക്ക് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇത്. പ്രധാനമായും കമ്പ്യൂട്ടർ ട്രെയിനിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ്, ഗ്രാഫിക് ഡിസൈനിങ് തുടങ്ങിയ ഏരിയകളിലൊക്കെ ഈ ഒരു പദ്ധതി പ്രകാരം ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം അവർ ഈ ഒരു കോഴ്സ് വിജയകരമായിട്ട് പൂർത്തീകരിച്ചാൽ 5000 മുതൽ 10000 രൂപ വരെ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാവരുടെ ഒരു ചോദ്യമാണ്, ഞാൻ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും നല്ല സ്ഥലത്ത് ജോലി കിട്ടുമോ, അല്ലേ? കാരണം നമ്മുടെയൊക്കെ ഉള്ളിലൊരു ചോദ്യമാണ്, ഒരു കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെയൊക്കെ പരമപ്രധാനമായ ഒരു ആവശ്യം എന്ന് പറയുന്നത് നല്ല ഒരു സ്ഥാപനത്തിൽ ഭാഗമാകുക എന്നതാണ്. ഇവിടെ നമ്മുടെ ഗവൺമെൻറ്റുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുള്ള ധാരാളം കമ്പനീസ് ഉണ്ട്. സോ അതിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നമുക്ക് നല്ലൊരു ശമ്പളത്തോടെ മാന്യമായ രീതിയിൽ നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു അവസരവും ഈ ഒരു പദ്ധതി പ്രകാരം നമ്മുടെ ഗവൺമെൻറ് നൽകുന്നുണ്ട്.
അഞ്ചാമത്തത് സ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. വികാസ് എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം വരും, ഒരു ഡെവലപ്മെന്റ് അല്ലേ? യെസ്, ശരിയാണ്. എന്താണെന്നറിയോ, നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ രാജ്യത്ത് അൺഎംപ്ലോയ്മെൻറ്റ് തുടച്ചു നീക്കുവാൻ വേണ്ടി ഗവൺമെൻറ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ഇത്. ഇന്ന് ധാരാളം ആളുകൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമാവുകയും അവർക്ക് നല്ല ഇടങ്ങളിൽ മെച്ചപ്പെട്ട ശമ്പളത്തിൽ ജോലി ചെയ്യുവാനും അവസരം കിട്ടിയിരുന്നു. എന്തായാലും ഈ ഒരു പദ്ധതി പ്രകാരം നമുക്ക് ഏതൊക്കെ മേഖലകളിലാണ് നമുക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. കമ്പ്യൂട്ടർ ട്രെയിനിങ്, അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, യൂണിവേഴ്സിറ്റി വർക്ക്ഷോപ്സ്, അതായത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ISRO പോലെയുള്ള സ്ഥാപനങ്ങളിൽ നമുക്ക് ഇന്റേൺഷിപ്സ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, അതോടൊപ്പം തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, പ്രോഗ്രാമിംഗ്, ഗ്രാഫിക് ഡിസൈനിങ് തുടങ്ങി നമ്മൾ ഇന്ന് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന എല്ലാ മേഖലകളിലും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇത്തരം കോഴ്സുകളുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 3 മുതൽ 6 മാസം വരെയാണ്. ഈ ഒരു കോഴ്സ് വിജയകരമായിട്ട് പൂർത്തീകരിച്ചാൽ നമുക്ക് 5000 മുതൽ 10000 രൂപ വരെ ലഭിക്കുകയും തുടർന്ന് ഗവൺമെൻറ്റുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ നമുക്ക് ജോലിക്ക് പ്രവേശിക്കാനും സാധിക്കുന്നുണ്ട്. സോ ഇവിടെ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഗവൺമെൻറ് നമുക്ക് നേരിട്ട് തരികയാണ്. നമ്മൾ പലപ്പോഴും 5000, 10000, 50000 ഒക്കെ മുടക്കി നമ്മൾ പഠിക്കുമ്പോൾ പല സ്ഥാപനങ്ങളും അവകാശപ്പെടും ഞങ്ങൾ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ അവരുടെ വാഗ്ദാനങ്ങളിൽ ചെന്ന് വീണ് പലപ്പോഴും നമ്മൾ പൊട്ട കമ്പനിയിലൊക്കെ ആയിരിക്കും കയറുക. പറയും അയ്യോ എൻ്റെ ജീവിതമേ പോയി എന്ന് പറയും. ഇവിടെയാണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്ന് പറയുന്ന ഈ ഒരു പദ്ധതിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളും ഇന്ന് തന്നെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമാവുകയല്ലേ? നമ്മുടെ അറിവിലും പരിചയത്തിലും ധാരാളം ആളുകൾ തൊഴിലില്ലാതെ അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് കോഴ്സാണ് എടുക്കേണ്ടതെന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഈ ഒരു പദ്ധതിയെക്കുറിച്ചൊന്ന് പറഞ്ഞു നോക്കൂ. നമ്മൾ വഴി ധാരാളം പേർക്ക് മെച്ചപ്പെട്ട ഒരു തൊഴിൽ കണ്ടെത്താനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നാം ഒരുക്കി കൊടുക്കുക. എന്തായാലും നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ട 5 സ്കീമുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. പലപ്പോഴും നമ്മൾ എവിടെയെങ്കിലും വെച്ചൊക്കെ കേട്ട് പരിചയമുള്ള പേരുകളായിരിക്കാം ഇതൊക്കെ, പക്ഷേ ഇത്രയും ഒരു ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് നിങ്ങൾ ഒരു പക്ഷേ ചിലപ്പോൾ ഇന്നായിരിക്കും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുക. എന്തായാലും നിങ്ങൾ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് മറ്റ് റിസോഴ്സസ് വഴി നിങ്ങൾക്ക് ലഭ്യമാണ്. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെറുതെങ്കിലും നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി കാണും എന്ന് കരുതുകയാണ്. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു പുതുമയുള്ള പങ്ക്തിയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇത് ബ്രൈറ്റ് നാവിഗേറ്റർ നിങ്ങൾക്കായിട്ട് സമർപ്പിച്ചത് സ്മാർട്ട് വെബിൻ കൊച്ചി. താങ്ക് യു.